ഹലോ, എല്ലാവർക്കും എൻ്റെ ഇലാക്കിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഞാൻ ഈ ചിക്കൻ തലേ ദിവസം വാങ്ങി ഫ്രീസറിൽ വെച്ചിരുന്നു. മഞ്ഞൾ ചേർത്ത് നല്ലോണം കഴുകി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ എടുത്ത് നല്ല ഉപ്പുവെള്ളത്തിൽ കഴുകി എടുത്തതാണ്. അത് ചെറുതായി അരിഞ്ഞത്. പിന്നെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത്, 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, കറി മസാല പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ഉപ്പുവെള്ളത്തിൽ കഴുകിയാൽ നല്ലതായിരിക്കും. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അപ്പോൾ അതിലെല്ലാം അരപ്പും പിടിച്ച് നല്ലത് കറി നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് അരിയാൻ ശ്രമിക്കുക. നന്നായിട്ട് അരിഞ്ഞ ചിക്കൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, 2 സവാള നീളത്തിലരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അതിനോട് ചേർക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മല്ലിയില, കറിവേപ്പില ഇതെത്രയും ചേർത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടിക്കൂട്ടുകൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല അത് ഇതിലേക്ക് തട്ടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് ഓരോരുത്തർക്കും എത്ര ഉപ്പാണ് ആവശ്യമുള്ളത് അത് ചേർക്കുക. വേണമെങ്കിൽ കറിക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. അതിന് മുമ്പ് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. സവാളയും പച്ചമുളകും പൊടികളും എല്ലാം ഇതിൽ മിക്സ് ആകത്തണം. ഈ ചിക്കൻ പീസിൽ മിക്സ് ചെയ്ത് വരത്തക്കവണ്ണം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് വെളിച്ചെണ്ണയും എല്ലാം എല്ലാ പീസിലും കിട്ടത്തക്കവണ്ണം നല്ലതുപോലെ മിക്സ് ചെയ്യുക. പൊടികളും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം എല്ലാ പീസുകളിലും കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ, ഈ കൂട്ടുകളെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിപ്പോൾ 10 മിനിറ്റ് ഏകദേശം വയ്ക്കുന്നുള്ളൂ. പീസിൻ്റെ വലിപ്പം കണ്ടല്ലോ, വളരെ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. വലിയ പീസാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറയും. ചെറിയ പീസായിട്ട് മുറിക്കാൻ ശ്രമിക്കുക. മിക്സ് ചെയ്ത് വെച്ചു. നമുക്കത് ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഓക്കെ, നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കാണാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. സ്റ്റവ് ഓൺ ചെയ്തു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ ആവശ്യത്തിന്
കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ 4-5 വറ്റൽമുളക് മുറിക്കാതെ അത് 4-5 വറ്റൽമുളക് ഇടുക. കടുക് പൊട്ടി തുടങ്ങി. നാലഞ്ച് വറ്റൽമുളക് ഇടുക. മുളക് ഏകദേശം ഒരു മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ കൂട്ട് ഇതിലേക്ക് ഇടുക. സിമ്മിലാക്കുക, സ്റ്റവ് സിമ്മിലാക്കുക. ചിക്കൻ കൂട്ടുകളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ടിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കുക. ഒരു 5 മിനിറ്റോളം നല്ലവണ്ണം ഇളക്കി എണ്ണ എല്ലായിടത്തും കിട്ടത്തക്ക വണ്ണം ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കുക. അഞ്ച് മിനിറ്റ് വഴറ്റി കഴിഞ്ഞ് അടച്ച് ഒരു 10-20 മിനിറ്റ് വേവാൻ വയ്ക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നും ചിക്കൻ പീസിൽ നിന്നും സവാളയിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം അതിന് കിട്ടും. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടച്ചു വെച്ചേക്കുക. 10-20 മിനിറ്റ് സിമ്മിൽ വേവിക്കുക. ചിക്കൻ കറി അടച്ചു വെച്ച് വേവിക്കണം. ആവശ്യമുള്ള ആവിയും കൂടെ ലഭിച്ച് ഇത് വെന്ത് കിട്ടും. തുറന്ന് നോക്കിയപ്പോൾ നല്ല ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇതിനിടയിൽ ഉപ്പിൻ്റെയും ഒന്ന് ടേസ്റ്റ് നോക്കുക. ആവശ്യമെങ്കിൽ മുളക് പൊടിയും ഉപ്പും ചേർക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും കൂട്ടാൻ പറ്റിയ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.